What are the symptoms of an STI? അപ്പം നമ്മൾ വളരെ കോമൺലി എൻകൗണ്ടർ ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് ചെറിയ മുറിവുകളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ കുരുക്കളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ ഒന്നെങ്കിൽ യുറീത്രൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് ആയിട്ട് വരുന്നു. ചിലപ്പം ആ ജനൈറ്റൽ ഏരിയയിൽ സമീപമായിട്ടുണ്ടാകുന്ന ചില സ്വെല്ലിങ്സ് പെയിൻഫുള്ളും ആയിരിക്കാം, പെയിൻ ഇല്ലാത്തതായിരിക്കാം, ചിലപ്പം മൊത്തത്തിൽ ഏസിംപ്റ്റമാറ്റിക്കും ആയിരിക്കാം. ഇതൊക്കെയാണ് കോമൺലി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ക്ലിനിക്കലി കാണുന്ന പ്രസന്റേഷൻസ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഇച്ചിങ് ആയിട്ടും പ്രസന്റ് ചെയ്യാം. ദാറ്റ് ഈസ് സംടൈംസ് ദ പീപ്പിൾ കം വിത്ത് ജസ്റ്റ് ഇച്ചിങ് ആൻഡ് ഡ്യൂ ടു ദാറ്റ് ഇച്ചിങ് ഈ ഒരുപാട് വാട്ട്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എ യൂഷ്വൽ കോമൺ പ്രസന്റേഷൻ എസ്പെഷ്യലി ഇൻ ഫീമെയിൽസ് ഫോർ ദിസ് ജെനൈറ്റൽ വാട്ട്സ്. And they'll present as itching only when we examine. Otherwise, what people do is they'll keep on applying this topical antifungals or whatever over the counter creams, ointments കിട്ടുന്നത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. And only if somebody examine അവിടെ ഉള്ള ലീഷൻസ് കാണുള്ളൂ. സംടൈംസ് ഇറ്റ് ഇസ് വെരി സ്മോൾ. ഈ പാപ്യൂൾസ്, അതായത് ഈ കുരുക്കളായിട്ട് വാട്ട്സ് അരിമ്പാറ പോലെ വരുന്നത്, ഇറ്റ് വിൽ ബി വെരി സ്മോൾ. കുറച്ച് വലുതായി കൂടുതൽ ആയി കഴിയുമ്പോഴേ ദാറ്റ് ദേ പ്രസന്റ് ടു അസ്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്ത് അറിയാൻ പറ്റുള്ളൂ.